എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 133, 134 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. 133ാമത്തെ ശ്ലോകത്തിൽ ഇന്ദ്രവജ്രവൃത്തവും 134ാമത്തേതിൽ ഉപജാതി വൃത്തവുമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയും ഈ പറഞ്ഞ വർണ്ണന തന്നെയാണ് ബ്രഹ്മാവ് ശ്രീകൃഷ്ണനോടും ബലരാമനോടും യുദ്ധത്തെ പറ്റിയിട്ടും ജരാസന്ധൻ്റെ വധത്തെക്കുറിച്ചുമൊക്കെ വർണ്ണിക്കുന്നതാണ് വിഷയം. നമുക്ക് ആദ്യം 133ാമത്തെ ശ്ലോകം നോക്കാം. ആദാന സന്ധാന വികർഷമോക്ഷ നസ്യുശരാണാം ക്രമമന്തരേണ ഇത്യുത്ഥിതാം ത്വത്കരലാഘവോത്ഥ യുക്തിം നിരുന്ധേ യുഗപത് പ്രതീതി. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. ആദാന സന്ധാന വികർഷമോക്ഷ ന സ്യുഃ ശരാണാം ക്രമം അന്തരേണ ഇതി ഉത്ഥിതാം ത്വത്കരലാഘവോത്ഥ യുക്തിം നിരുന്ധേ യുഗപത് പ്രതീതി. യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ അവലംബിച്ചതായ മാർഗം കണ്ടിട്ട് എന്താണ് തോന്നിയത് എന്ന് ബ്രഹ്മാവ് പറയുകയാണ്. സാധാരണ യുദ്ധം ചെയ്യുമ്പോൾ അസ്ത്രങ്ങളൊക്കെ പ്രയോഗിക്കുമ്പോൾ ഒരു ക്രമമുണ്ട്. അതിനെ പറ്റിയിട്ടാണ് പറയണത്. ശരാണാം ആദാന സന്ധാന വികർഷമോക്ഷ. ശരങ്ങളുടെ, അതായത് ശരമെടുക്കുക, അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രമം എന്ന് പറഞ്ഞാൽ ആദാന സന്ധാന വികർഷ മോക്ഷ. ഇതാണ് ഈ അസ്ത്രമെടുത്ത് ചെയ്യേണ്ടതായിട്ടുള്ള പ്രവൃത്തികൾ. ആദ്യം ആദാനം ചെയ്യുക. ആദാനം ചെയ്യുക, തൂണീരം അല്ലെങ്കിൽ നിഷംഗം എന്നൊക്കെ പറയും. അസ്ത്രങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നതായിട്ടുള്ള ഒരു കൂട് പോലെയുള്ള ഒരു സാധനമാണ്, ഒരു കുഴൽ പോലെയുള്ള, അതിലാണ് ഈ അസ്ത്രങ്ങൾ മുഴുവനും നിറച്ചു വയ്ക്കുക. അത് വില്ലാളി വീരന്മാരിങ്ങനെ പുറത്ത് തൂക്കിയിട്ടിട്ടുണ്ടാവും. അവിടെ നിന്ന് അസ്ത്രം എടുക്കുക, അതാണ് ആദാനം. അത് കഴിഞ്ഞാൽ സന്ധാനം. സന്ധാനം എന്ന് പറഞ്ഞാൽ ഈ ഞാണിൽ തൊടുവിച്ച് മുമ്പിലുള്ളതായ വില്ലിൻ്റെ ഭാഗവും ഇപ്പുറത്തുള്ളതായ ഞാണിൻ്റെ ഭാഗവും ചേർത്ത് അസ്ത്രം വയ്ക്കുക. അതിനുശേഷം വികർഷം. വികർഷം എന്ന് വെച്ചാൽ വലിക്കുക, ഞാൻ വലിക്കുക. മോക്ഷ. മോക്ഷം എന്ന് പറഞ്ഞാൽ അസ്ത്രം പായിച്ച് ശത്രുവിൻ്റെ ശരീരത്തിലേക്ക് പറഞ്ഞയക്കുക, വിടുക. ഇതാണ് അസ്ത്രം പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകേണ്ടതായിട്ടുള്ള ക്രമം. ആ ക്രമം ഭഗവാന്റെ അസ്ത്രമോക്ഷത്തിൽ ഉണ്ടായിരുന്നില്ലേ എന്നുള്ളതാണ് സംശയം. ഉണ്ടായിരുന്നു. അതാണ് പറയണത്. ത്വത്കരലാഘവോത്ഥ യുഗപത് പ്രതീതി. സത്യത്തിൽ ഈ ഒരു ക്രമം അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും ഭഗവാനെ അങ്ങയുടെ കൈകൊണ്ട് അസ്ത്രമെടുക്കലും സന്ധാനം ചെയ്യലും വികർഷണം ചെയ്യലും അതുപോലെ മോക്ഷം, അസ്ത്രം തൊടുത്ത് വിടലും ഒക്കെ വേഗം 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 കഴിയുന്നത് കൊണ്ട് ഇതിൻ്റെ ഒരു ക്രമം മനസ്സിലായേ ഇല്ല. അതാണ് ഇവിടെ പറയണത്. ത്വത്കര ലാഘവ ഉത്ഥ. അങ്ങയുടെ കയ്യിൻ്റെ ലാഘവം കൊണ്ട് ഉണ്ടായി വന്നതായ. കയ്യിൻ്റെ ലാഘവം എന്ന് പറയുമ്പോൾ കയ്യിന് കനമില്ലാന്നോ ലഘുവാണ് എന്നൊന്നുമല്ല അർത്ഥം. അസ്ത്രമേത് നല്ല തഴക്കം വന്നതുകൊണ്ട് പെട്ടെന്ന് അസ്ത്രം എടുക്കുന്നു, ലക്ഷ്യം നോക്കുന്നു, അസ്ത്രം അയക്കുന്നു. ആ ഒരു പ്രവൃത്തി ഇങ്ങനെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇടതടവില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടക്കുന്നത് കൊണ്ട് എല്ലാം ഒരുമിച്ച് നടക്കുന്നതായിട്ടാണ് തോന്നുന്നത്. യുഗപത് പ്രതീതി. യുഗപത് ഒരുമിച്ച്, പ്രതീതി ഈ അസ്ത്രം എടുക്കുന്നതും ഞാണിൽ തൊടുക്കുന്നതും വലിക്കുന്നതും പ്രേഷണം ചെയ്യുന്നതും അയക്കുന്നതും ഒക്കെ ഒരുമിച്ച് കഴിയുന്നുണ്ട് എന്ന് പലപ്പോഴും തോന്നിയിരുന്നു. അത് അങ്ങയുടെ മിടുക്കാണ്. അങ്ങയ്ക്ക് അസ്ത്രം പ്രയോഗിക്കാനുള്ള കഴിവാണ് ആ ഒരു പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കാൻ പറ്റണത്. അത് ശരങ്ങളുടെ ആദാന സന്ധാന വികർഷമോക്ഷാഹ ക്രമമന്തരേണ നസ്യു. ശരിക്കും അത് ക്രമമല്ലാതെ ഒന്നും വന്നിട്ടില്ല. ക്രമം അന്തരേണ, ക്രമം ഉപേക്ഷിച്ചുകൊണ്ട്, ക്രമമല്ലാതെ നസ്യു, അത് വരുന്നില്ല. അങ്ങനെ ചെയ്യാനും പറ്റില്ലല്ലോ. അസ്ത്രമെടുത്ത് തൊടുത്ത് അങ്ങനെയൊക്കെ തന്നെയല്ലേ അതിനെ മറ്റൊരാളുടെ ശരീരത്തിലേക്ക് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ക്രമമുണ്ട്. പക്ഷേ ഇതിങ്ങനെ പെട്ടെന്ന് നടക്കുന്നത് കൊണ്ട് നമുക്കതിൻ്റെ ക്രമം മനസ്സിലാക്കാൻ പറ്റാതെ വന്നു. അതാണ് യുഗപത് പ്രതീതി വന്നത്. ഇതി ഉത്ഥിതാം യുക്തിം നിരുന്ധേ. ഉത്ഥിതാ യുക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിലനിൽക്കുന്നതായ ധനുസ്സും അതുപോലെ വില്ലും അമ്പും എടുത്ത് അസ്ത്രപ്രയോഗം നടത്തുന്നവരായിട്ടുള്ള എല്ലാ വില്ലാളി വീരന്മാരും കൊണ്ടു നടക്കുന്നതായിട്ടുള്ള യുക്തി, അതാണ് ഉത്ഥിതാ യുക്തി. ആ യുക്തിയെ ഉത്ഥിതാം യുക്തിം നിരുന്ധേ. നിരുന്ധേ എന്ന് പറഞ്ഞാൽ തടയുന്നു, പ്രതിബധ്നാതി.
എന്താണ് തടയുന്നത്? ഇവിടെ ലോകപ്രസിദ്ധമായിട്ട് ഇതിനൊരു ക്രമമുണ്ട്. അസ്ത്രമെടുക്കുക, തൊടുക്കുക, വലിക്കുക, പറഞ്ഞയക്കുക, അങ്ങനെ ഒരു ക്രമമുണ്ട്. ആ ക്രമം അങ്ങനെ തന്നെയാണ് നടന്നിട്ടുണ്ടാവുക എങ്കിലും ഭഗവാന്റെ പ്രവൃത്തിയുടെ ലാഘവം കാരണം പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ക്രമം മനസ്സിലാവാതെ പോയി. അത് അങ്ങയുടെ മിടുക്കാണ്. അതിന് കാരണം ക്രമമില്ലായകയല്ല, ആ മിടുക്ക് കൊണ്ട് ഇതെല്ലാം പെട്ടെന്ന് സംഭവിച്ചതായിട്ട്, ഒരുമിച്ച് സംഭവിച്ചതായിട്ട് തോന്നുകയാണ് ചെയ്യുന്നത്. അതാണ് യുഗപത് പ്രതീതി. അത് കാരണം ആ യുഗപത് പ്രതീതി ഉണ്ടായതുകൊണ്ട് ഇവിടെ നിലനിൽക്കുന്നതായ പ്രസിദ്ധമായ യുക്തിയെ തടയുന്നത് പോലെ തോന്നുന്നു. ഈ പറഞ്ഞ അസ്ത്രമെയ്യുന്നതിൻ്റെ ക്രമം പോലും മാറിപ്പോയതായിട്ട്, അല്ലെങ്കിൽ ഒരുമിച്ച് സംഭവിച്ചതായിട്ട്. അസ്ത്രം എടുക്കുമ്പോഴേക്കും ശത്രു വീണു. അതൊരു അതിശയോക്തി അലങ്കാരമാണ്. എന്നാലും ഭഗവാന്റെ ഒരു പ്രാഗൽഭ്യമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. നമുക്ക് 134 ശ്ലോകം കൂടി നോക്കാം. ഇദം ജരാസന്ധജയാപദാനം കൽപ്പാന്തരസ്ഥായി ബലം ത്വദീയം സംഭൂയ സഹ പ്രിയാഭി സിദ്ധാ പ്രഹർഷാദുപവീണയന്തി. ആദ്യം പദച്ഛേദം പറയാം. ഇദം ജരാസന്ധജയാപദാനം കൽപ്പാന്തരസ്ഥായി ബലം ത്വദീയം സംഭൂയ സഹ പ്രിയാഭി സിദ്ധാഹ പ്രഹർഷാദ് ഉപവീണയന്തി. അവസാനത്തെ ഒരു വാക്ക് മാത്രമേ സന്ധിച്ഛേദം ചെയ്യാനുള്ളൂ. പ്രഹർഷാദ് ഉപവീണയന്തി. ഇവിടെ എന്താണ് ഈ ഒരു ജരാസന്ധ വിജയം എന്നുള്ളതായിട്ടുള്ള ഒരു കഥയുണ്ടല്ലോ, അതെല്ലാവരും പാടിപ്പുകഴ്ത്തും. എത്രയോ കാലം നീണ്ടു നിൽക്കുന്ന, അത്രയും കാലം വരയ്ക്കും കൽപ്പാന്തരസ്ഥായിയായിട്ട് ഈ ഒരു യുഗം എപ്പോഴാണോ തീരുന്നത് അതുവരെയും ആൾക്കാർ പാടിക്കൊണ്ട് നടക്കും. ആരാണ് പാടിക്കൊണ്ട് നടക്കുന്നത് എന്നൊക്കെ പറയാണ്. അതാണ് അന്വയത്തിൽ തുടങ്ങുന്നത്. സിദ്ധാഹ, സിദ്ധന്മാര്, ഗന്ധർവന്മാര്, ഗായകന്മാര് എന്നുള്ളവരൊക്കെ ഒരു ഉപദേവന്മാരാണ്. അവരുടെ പണികൾ ഇതൊക്കെ തന്നെയാണ്. പാട്ടുപാടുക, നൃത്തം ചെയ്യുക, ജനങ്ങളെയൊക്കെ ഇങ്ങനെ സന്തോഷിപ്പിച്ചുകൊണ്ട് നടക്കുക. അങ്ങനെയുള്ള സിദ്ധന്മാര്. പ്രിയാഭി സഹ എന്ന് പറഞ്ഞിട്ടില്ല, നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുകയാണ്. പ്രിയകളോട് കൂടിയിട്ട്, അവരുടെ പത്നിമാരോട് കൂടിയിട്ട്, സംഭൂയ പ്രിയാഭിസഹ സംഭൂയ എന്ന് വെച്ചാൽ കൂടുമ്പോഴൊക്കെ അവരൊക്കെ ഒരുമിച്ച് നടക്കുമ്പോൾ, കൂട്ടുകൂടി നടക്കുമ്പോഴൊക്കെ തന്നെ അവരെന്തു ചെയ്യും? ഇദം ത്വദീയം ജരാസന്ധജയാപദാനം. ഇദം ഈ കാണുന്നതായ ത്വദീയം അങ്ങു ചെയ്തതായ ജരാസന്ധ ജയ അപദാനം, ജരാസന്ധനെ ജയിച്ചു എന്നുള്ള കീർത്തി. ആ കഥ സിദ്ധന്മാരും ഗന്ധർവന്മാരും ഒക്കെ പാടിപ്പുകഴ്ത്തും. കാലം, അതായത് ഈ കൽപ്പം തീരുന്നത് വരെ, എത്ര കാലം ഈ കൽപ്പം നീണ്ടു നിൽക്കുന്നുവോ, ഈ യുഗങ്ങൾ നീണ്ടു നിൽക്കുന്നുവോ, അത്രയും കാലം ഇവിടെ ഈ സിദ്ധന്മാർ പാട്ടുപാടി നടക്കും ഈ ജരാസന്ധ വിജയം. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ജരാസന്ധനെ തോൽപ്പിക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ജരാസന്ധനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജയിച്ചു, യുദ്ധത്തിൽ ജയിച്ചു എന്നുള്ള കഥ പാടിപ്പുകഴ്ത്തി നടക്കും സിദ്ധന്മാർ. ജരാസന്ധ ജയാപദാനം കൽപ്പാന്തരസ്ഥായി. അതുപോലെ തന്നെ കൽപ്പാന്തരസ്ഥായി ബലം, അങ്ങയുടെ ബലത്തെ പറ്റിയിട്ടും ചിരകാലം പാടിപ്പുകഴ്ത്തി നടക്കും. ഉപവീണയന്തി എന്ന് പറഞ്ഞാൽ വീണയും വെച്ചുകൊണ്ട് പാട്ടുപാടി ലോകം മുഴുവനും പ്രസിദ്ധപ്പെടുത്തി നടക്കും എന്നർത്ഥം. അപ്പോൾ ജരാസന്ധനെ ഭഗവാൻ തോൽപ്പിച്ചതും, അതുപോലെ ബലരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ബലത്തെ പറ്റിയിട്ടും സൈന്യത്തെ പറ്റിയിട്ടും അവരുടെ ആക്രമണത്തെ പറ്റിയിട്ടുമൊക്കെ പാടിപ്പുകഴ്ത്തും സിദ്ധന്മാരും ഭാര്യമാരും കൂടിയിട്ട്. ഒരുമിച്ച് അവർ കൂട്ടുകൂടി നടക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ പാട്ടുപാടി നടക്കും. എല്ലാവരും അങ്ങനെ ഈ കഥയറിയും. ജരാസന്ധനെ ശ്രീകൃഷ്ണൻ തോൽപ്പിച്ചു എന്നുള്ളത് കൽപ്പാന്തകാലം വരെയും എല്ലാവരും അറിയും എന്ന് ബ്രഹ്മാവ് അനുഗ്രഹിക്കുകയും കൂടിയാണ് ചെയ്യണത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ആദാനസന്ധാന വികർഷമോക്ഷാനസ്യു ശരാണാം ക്രമമന്തരേണ ഇത്യുത്ഥിതാം ത്വത്കരലാഘവോത്ഥ യുക്തിം നിരുന്ധേ യുഗപത് പ്രതീതി. ഇദം ജരാസന്ധജയാപദാനം കൽപ്പാന്തരസ്ഥായി ബലം ത്വദീയം സംഭൂയ സഹ പ്രിയാഭി സിദ്ധാഃ പ്രഹർഷാദുപവീണയന്തി. പ്രഹർഷാദ് എന്നുകൂടി കൂട്ടിച്ചേർക്കണം. അന്വയത്തിൽ ആ വാക്ക് പറഞ്ഞില്ല. സന്തോഷത്തോടു കൂടിയിട്ട് സിദ്ധന്മാരും ഗന്ധർവന്മാരും ഒക്കെ
വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആഹ്ലാദഭരിതരായിട്ട് അതിക്രൂരനായിട്ടുള്ള ജരാസന്ധനെ തോൽപ്പിച്ചു എന്നുള്ള കഥ, ശ്രീകൃഷ്ണനും ബലരാമനും തോൽപ്പിച്ചു എന്നുള്ള കഥ പാട്ടായി പാടി നടക്കും. അങ്ങനെ എല്ലാവരും കൽപ്പാന്തകാലത്തോളം ഈ കഥ അറിയുകയും ചെയ്യും എന്ന് പറഞ്ഞാണ് ബ്രഹ്മാവ് ഈ ബാലകന്മാരെ അനുഗ്രഹിക്കുന്നത്. ഇനി ബാക്കി വിഷയങ്ങളൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. ജരാസന്ധ വധവും അതിനെ തുടർന്നുള്ള അനുഗ്രഹത്തോട് കൂടിയിട്ട് ഈ ഒരു സർഗവും അവസാനിക്കുകയാണ്. ഈ 2 സർഗങ്ങളിലായിട്ട് 8ലും അതെ 9ലും അതെ യുദ്ധം വളരെ കാര്യമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. ഒന്ന് കംസനുമായിട്ട്, കംസൻ്റെ സേവകന്മാരുമായിട്ടും കംസനുമായിട്ടുള്ള യുദ്ധമായിരുന്നു 8ാമത്തെ സർഗത്തിൽ. 9ാമത്തെ സർഗത്തിൽ ജരാസന്ധനുമായിട്ടുള്ള യുദ്ധമാണ്. വളരെ വിസ്തരിച്ചുള്ള വർണ്ണനയാണ് നടത്തിയിരിക്കുന്നത്. വളരെ സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.